ആൾക്കാരുടെ കുറ്റം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ബാക്കി 4 വിരലുകളും നമ്മുടെ നേർക്കാണ് ചൂണ്ടിയിരിക്കുന്നതെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആകെ അറിയാവുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ പറ്റി മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരുടെ കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചിന്തിക്കുമെന്നറിയോ? ഓക്കെ, ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് പൊതുവേ കാണുന്നത്. അതാരെ പറ്റിയാണ് പറയുന്നത്? നമ്മളെ പറ്റി തന്നെയാണ് പറയുന്നതെന്ന് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങ് വിശ്വസിക്കും. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? സമയം കടന്നു പോകും തോറും നമ്മുടെ പേഴ്സണാലിറ്റി ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. സോ ഈ കുറ്റം പറയുന്നവരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ ഭയങ്കര ഈർഷ്യ നിറഞ്ഞൊരു മുഖമായിരിക്കും. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഈ കുറ്റം പറഞ്ഞു വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഇൻഫ്ലുവൻസ് വന്നിട്ട് അങ്ങനെ മാറി വരുന്നതാണ്. സോ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പെരുമാറ്റം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നോക്കുക. ആൾക്കാരെല്ലാം നല്ലത് കാണാൻ ശ്രമിക്കുക. എന്ത് പറ്റുമെന്നറിയോ? ആൾക്കാരെല്ലാം നല്ലത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാക്കി 4 വിരലുകൾ നമ്മുടെ നേർക്കായിരിക്കും.